എൻ്റെ പ്രിയരെ, നിങ്ങൾക്കറിയാമല്ലോ, ഭാഷയുടെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ രാജ്യത്ത് സംസ്ഥാനങ്ങൾ രൂപീകരിക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മലയാളം സംസാരിക്കുന്നവരുടെ നാടായി നമ്മുടെ കേരളം ഒരു പ്രത്യേക സംസ്ഥാനമായി രൂപീകരിക്കപ്പെട്ടു. ഏകദേശം 3.5 കോടി ജനസംഖ്യ മാത്രമാണ് മലയാളികളായി ഉള്ളത്. അങ്ങനെ നോക്കുമ്പോൾ ഭാഷാടിസ്ഥാനത്തിലുള്ള കലാരൂപങ്ങൾക്ക് ലഭിക്കാവുന്ന ആസ്വാദനശേഷി നോക്കിയാൽ പരമാവധി 3.5 കോടി മാത്രമായിരിക്കും. വലിയ വിപണന സാധ്യതയുള്ള ഒരു കലാരൂപമാണ് സിനിമ. അതുകൊണ്ട് തന്നെ മലയാളത്തിലെ സിനിമാ വ്യവസായത്തിന് ഇപ്പറഞ്ഞ 3.5 കോടി ജനങ്ങളുടെ സപ്പോർട്ട് മാത്രമാണ് പ്രതീക്ഷിക്കാനുള്ളത്. അതിലും അപ്പുറത്തേക്കുള്ള ബിസിനസ് സാധ്യത എന്ന് പറയുന്നത് മൊഴി മാറ്റി തമിഴ്നാട്ടിലോ കർണാടകയിലോ ആന്ധ്രയിലോ പിന്നെ ഹിന്ദി ദേശങ്ങളിലോ കൊണ്ടുചെന്നെത്തിക്കുക എന്നുള്ളതാണ്. അങ്ങനെ അത്തരം സംസ്ഥാനങ്ങളിൽ കൊണ്ടുചെന്ന് കളിക്കാവുന്ന സിനിമ എന്നാൽ അതിന് വലിയ ക്വാളിറ്റി തന്നെ ഉണ്ടായേ മതിയാവൂ. ക്വാളിറ്റി അല്ലെങ്കിൽ കലാമൂല്യം, നല്ല സ്ക്രിപ്റ്റുകൾ ഉണ്ടാകുമ്പോൾ ഇന്നത്തെ കാലത്ത് അത് സാധ്യമാണ്. കുറഞ്ഞ പക്ഷം തമിഴ്നാട്ടിലെങ്കിലും. അല്ലെങ്കിൽ പാൻ ഇന്ത്യൻ സിനിമ എന്ന സങ്കല്പത്തിലേക്ക് മലയാള സിനിമ മാറിയേ മതിയാകൂ. പൃഥ്വിരാജ് സുകുമാരൻ എന്ന കലാകാരൻ്റെ കഴിവുകൾ അവിടെയാണ് നമുക്ക് പ്രകടമായി കാണാൻ സാധിക്കുന്നത്. ലൂസിഫർ എന്ന രാഷ്ട്രീയ സിനിമയുടെ 2ാം ഭാഗമായി ഇന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന എമ്പുരാൻ എന്ന സിനിമ അതിന് വലിയ ഒരു ഉദാഹരണമാണ്. പാൻ ഇന്ത്യൻ സിനിമ എന്ന പേരിലാണ് അദ്ദേഹം അതിനെ തുടക്കം മുതൽ തന്നെ വിശേഷിപ്പിച്ചു കൊണ്ടിരുന്നത്. അതീവ രഹസ്യമായ ചിത്രീകരണ സ്വഭാവത്തോടെ ഉണ്ടാക്കിയ ഒരു സിനിമ. നിർമ്മാണ ഘട്ടങ്ങളിലൊരിക്കലും അതിൻ്റെ രഹസ്യാത്മകത പുറത്ത് പ്രചരിക്കാത്ത വിധം അതിനെ സൂക്ഷ്മതയോടെ അദ്ദേഹം കൈകാര്യം ചെയ്തു. എന്നാൽ എമ്പുരാൻ എന്ന സിനിമയുടെ 2ാം ഭാഗം എന്ന രീതിയിൽ അതിനെ വേണ്ട വിധം സ്വയം പ്രൊമോട്ട് ചെയ്യാനും പൃഥ്വിരാജ് വളരെയേറെ ശ്രദ്ധിച്ചിരുന്നു. പക്ഷേ എമ്പുരാൻ എന്ന സിനിമ ഒരു പാൻ ഇന്ത്യൻ സിനിമയാക്കി മാറ്റാനുള്ള തത്രപ്പാടിൽ പൃഥ്വിരാജ് സുകുമാരൻ ചില അബദ്ധങ്ങൾ ചെയ്തു. അതിൽ പ്രധാനപ്പെട്ട ഒന്ന്, ഒരു സാമാന്യ യുക്തിക്ക് നിരക്കുന്നതിന് മുകളിൽ അതിൻ്റെ ബഡ്ജറ്റ് പോയി എന്നുള്ളതാണ്. ഏകദേശം 250 കോടിയോളം രൂപ ചെലവായി എന്നതാണ് കരക്കമ്പി. രണ്ടാമത്തേത്, ഒരു പാൻ ഇന്ത്യൻ ചിത്രമാക്കി മാറ്റാനുള്ള തന്ത്രപ്പാടിൽ ഇന്ത്യയുടെ രാഷ്ട്രീയവും മതപരവുമായ കോളിളക്കങ്ങൾ സൃഷ്ടിച്ച ഒരു പ്രധാനപ്പെട്ട സംഭവത്തെ സിനിമയുടെ ഭാഗമാക്കി മാറ്റി എന്നുള്ളതാണ്. ഇവിടെയാണ് പൃഥ്വിരാജിൻ്റെ വീണിടം വിഷ്ണുലോകം എന്ന തന്ത്രം ചിലവാക്കാൻ ഉറപ്പിച്ചുള്ള തീരുമാനങ്ങൾ ഉണ്ടായത്. 200 കോടിക്ക് മുകളിൽ നിർമ്മാണ ചെലവുള്ള ഒരു സിനിമ കുറഞ്ഞ പക്ഷം 400 കോടിയെങ്കിലും കളക്ട് ചെയ്താൽ മാത്രമേ ലാഭത്തിലാവുകയുള്ളൂ. അങ്ങനെ നോക്കുമ്പോൾ കേവലം 3.5 കോടി ജനസംഖ്യയുള്ള ഈ കൊച്ചു കേരളത്തിൽ നിന്നും അത് ലഭ്യമാകില്ല. മറ്റു സംസ്ഥാനങ്ങളിൽ ഇതിൻ്റെ വിതരണവും കാര്യങ്ങളും നടന്നു കഴിയുമ്പോൾ തന്നെ കേരളത്തിൽ നിന്ന് ലഭിക്കുന്നത്ര ഗ്യാരണ്ടിയൊന്നും അതിന് ലഭ്യമല്ല എന്നതും പൃഥ്വിരാജിന് നന്നായി അറിയാം. വിവാദ വിഷയങ്ങൾ ഏകപക്ഷീയമായി അവതരിപ്പിക്കപ്പെടുമ്പോൾ അത് കൂടുതൽ വിവാദങ്ങൾ ഉണ്ടാവുകയും ആളുകളിൽ ആകാംക്ഷാഭരിതരാക്കി തീർക്കാൻ സാധിക്കുകയും ചെയ്യും എന്ന മനഃശാസ്ത്രം ആണ് പൃഥ്വിരാജ് ഒരുപക്ഷെ ഇവിടെ അക്കാര്യത്തിൽ പയറ്റാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതായത് കേരളത്തിലെ ജനങ്ങളിൽ പരമാവധി ആളുകളെ ഇത്തരം വിവാദങ്ങളിലൂടെ ആകാംക്ഷാഭരിതരാക്കിക്കൊണ്ട് തിയേറ്ററുകളിൽ എത്തിക്കുക എന്ന മാർക്കറ്റിംഗ് തന്ത്രം. അതെ, അങ്ങനെ എമ്പുരാൻ്റെ 2ാം ഭാഗം എന്ന പേരിലുള്ള മാർക്കറ്റിംഗ് തന്ത്രം അതിസൂക്ഷ്മമായി പ്രയോഗിച്ച പൃഥ്വിരാജ് അതിലെ പാൻ ഇന്ത്യൻ സാധ്യതകളെക്കുറിച്ചും വാചാലനായിക്കൊണ്ട് പരമാവധി ആളുകളെ കൊണ്ട് പ്രീ ബുക്കിംഗ് സാധിച്ചു. 2ാമത്തെ ഘട്ടം പിന്നെയാണ് ആരംഭിച്ചത്. രാജ്യത്തെ നടുക്കിയ ഒരു കലാപത്തിൻ്റെ ഏകപക്ഷീയമായ ചിത്രീകരണം സിനിമയിൽ ഉൾക്കൊള്ളിക്കുകയും അതിൽ നിന്നും ഭാവനാത്മകമായി ഒരു കഥാപാത്രത്തെ വില്ലനായി ചിത്രീകരിക്കുകയും ചെയ്തതോടെ വിവാദങ്ങൾക്ക് തിരികൊളുത്തുകയും അത് കേരളക്കരയാകെ പിടിച്ചു കുലുക്കുകയും ചെയ്തിരിക്കുന്നു. വിവാദങ്ങൾ കൊഴുത്തതോടെ പൃഥ്വിരാജ് രൂപപ്പെടുത്തിയ 2ാമത്തെ മാർക്കറ്റിംഗ് തന്ത്രം അവിടെ വിജയിക്കുകയായിരുന്നു. അതായത് നെഗറ്റീവ് പബ്ലിസിറ്റി. പാൻ ഇന്ത്യൻ ചിത്രീകരണം എന്ന രീതിയിൽ മുന്നോട്ടു പോകാൻ സാധിക്കാതെ വന്ന ഒരു സിനിമ വിവാദങ്ങൾ കൊണ്ട് ആകാംക്ഷ ജനിപ്പിച്ച് തിയേറ്ററിലേക്ക് എത്തിക്കുക എന്ന കുടിലതന്ത്രം ഇവിടെ അദ്ദേഹം പയറ്റി വിജയം കൈവരിച്ചിരിക്കുന്നു. പ്രതിഷേധം കനത്തതോടെ മാർക്കറ്റിങ്ങിൻ്റെ 3ാം ഘട്ടത്തിലേക്ക് പൃഥ്വിരാജ് കടന്നു. അതായത് സിനിമയിലെ വിവാദ ഭാഗങ്ങളിൽ പലതും വെട്ടിയൊഴിവാക്കാൻ തയ്യാറാണ് എന്ന് പ്രഖ്യാപിക്കുന്നു. ഇതാ റീ എഡിറ്റ് ചെയ്ത ഭാഗം ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ തിയേറ്ററുകളിലെത്തും എന്ന് പ്രഖ്യാപിച്ചപ്പോൾ അങ്ങനെയെങ്കിൽ എഡിറ്റ് ചെയ്യാത്തത് കണ്ടേ തീരൂ എന്ന മട്ടിൽ കുറേ ആളുകൾ പിന്നെയും തിയേറ്ററിൽ കുത്തിക്കയറി. അവിടെയും
മാർക്കറ്റിംഗ് തന്ത്രം വലിയ തോതിൽ വിജയിച്ചു. അങ്ങനെ ഒന്നോ രണ്ടോ ആഴ്ച മാത്രം ഓടി വല്ല OTTയിലോ റിലീസാകേണ്ടിയിരുന്ന ഒരു സിനിമ പാൻ ഇന്ത്യൻ സിനിമയാക്കിയും വിവാദ സിനിമയാക്കിയും പൃഥ്വിരാജ് സുകുമാരൻ എന്ന മാർക്കറ്റിംഗ് കില്ലാടി ലാഭത്തിലേക്ക് കുതിക്കുന്ന ഒരു സിനിമയാക്കി അതിനെ മാറ്റിയിരിക്കുന്നു.